നമസ്കാരം, എല്ലാവർക്കും unwind.ml എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി അങ്ങോട്ട് ഞാൻ ഒരു ട്യൂട്ടോറിയൽ സീരീസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ആദ്യമായി HTML തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായി പറയാൻ പോകുന്നത് HTML എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. HTML എന്നതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഈ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളും HTML-ലാണ് റൺ ആവുന്നത്. വെബ് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ വെബ് ഡിസൈനിൽ HTML എന്ത് റോളാണ് വഹിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു വീട് പണിയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരു ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പോകുന്നത്, ഓരോ സ്റ്റേജുകളിൽ. ആദ്യമായുള്ള സ്റ്റേജ് പ്ലാൻ വരയ്ക്കുന്നു, അതിനനുസരിച്ച് ബ്ലോക്ക് വെച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു, അതിൻ്റെ പുറത്ത് പെയിന്റ് അടിക്കുന്നു, പിന്നെ ആ വീട് അലങ്കരിച്ച് നല്ല രീതിയിൽ നല്ലൊരു വീടായ ഒരു ഔട്ട്കം കിട്ടുന്നു. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, ബ്ലോക്ക് വെച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന പാർട്ട്. ആ പാർട്ടാണ് ബേസിക്കലി വെബ് ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്ങിൽ HTML-ന്റെ ഒരു റോൾ. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന 2-3 ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് CSS, അത് സ്റ്റൈലിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ജാവാസ്ക്രിപ്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് പണിതു, അതിൽ നമ്മൾ പെയിന്റ് അടിക്കത്തില്ലേ, പെയിന്റ് അടിച്ച് പോളിഷ് ഒക്കെ ചെയ്ത് പെയിന്റ് അടിക്കുന്ന ആ ഒരു ഭാഗമാണ് വെബ് ഡിസൈനിങ്ങിൽ CSS എന്ന് പറയുന്ന ലാംഗ്വേജ് ആക്ട് ചെയ്യുന്നത്. സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് കത്തുന്നില്ലേ, ആ ഒരു റോളാണ് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവിടെ ഒരു റോൾ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന HTML ആണ്. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഇത് 1991 ടിം ബെർണർ-ലീ എന്നൊരു ആളാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. ആൻഡ് ഇത് നമുക്ക് വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. കാരണം ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിന്റെ അറിവോ അധികം ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും HTML പഠിക്കുവാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. HTML പഠിക്കണമെങ്കിൽ ഒരു വെബ് ബ്രൗസറും ഒരു കോഡ് എഡിറ്ററിന്റെ ആവശ്യകതയുണ്ട്. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രോം ആണ് വെബ് ബ്രൗസറായിട്ട്. കോഡ് എഡിറ്ററായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡുമാണ്. അപ്പം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു പാർട്ടിൽ എനിക്ക് HTML-നെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും.